DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ പേരിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും DRS എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽഡ് റിവ്യൂ എന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. കാരണം നമ്മൾ അങ്ങനെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ റിവ്യൂ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു ക്രിക്കറ്റ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കാണുന്നവരായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് എളുപ്പത്തിൽ പറഞ്ഞ് തീർക്കേണ്ടതല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പല മത്സരങ്ങളും. അപ്പം ഈ മത്സരവും അതുപോലെ തന്നെ ഒരു മത്സരം തന്നെയാണ്. അതുകൊണ്ട് എന്നാലും ഞാൻ മാക്സിമം വേഗത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കാം. അപ്പൊ എന്തായാലും ഈ രണ്ടാമത്തെ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ചെപ്പോക്കിലാണ് മത്സരം. നമുക്കറിയാം വലിയ തരത്തിലുള്ളൊരു റൺ ഒഴുക്കുന്ന അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് നമുക്കറിയാം. ഒരു സ്പിന്നിനെ തുണയ്ക്കുന്ന ഒരു പിച്ച് തന്നെയാണ്. സ്പിന്നേഴ്സിനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ച് തന്നെയാണ്. അതിപ്പോ T20 ആണെങ്കിലും ഏത് ഫോർമാറ്റ് ആണെങ്കിലും സ്പിന്നേഴ്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ച് തന്നെയാണ്. അപ്പം വീണ്ടും ഇന്ത്യക്ക് ടോസ് കിട്ടുന്നു. സൂര്യകുമാർ യാദവ് വീണ്ടും ബോളിംഗ് തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലണ്ടിന്റെ ബാറ്റിങ്ങിന് വിടുന്നു. ഈ പതിവ് പോലെ തന്നെ ഈ പറയുന്ന പോലെ ഇംഗ്ലണ്ട് നിരയിൽ പ്രത്യേകിച്ച് ആരും ബാറ്റ് ചെയ്തില്ല. നമ്മുടെ ജോസ് ചേട്ടൻ മാത്രമാണ് അത്യാവശ്യം വീണ്ടും ഈ രണ്ടാം മത്സരത്തിലും ടോപ്പ് സ്കോർ ആയതും. 45 റൺസാണ് 30 ബോളിൽ. കാരണം ആദ്യത്തെ മത്സരത്തിൽ തന്നെ നമുക്കറിയാം റൺ ഒഴുകുന്ന പിച്ചിൽ തന്നെയും എന്താ പറയുന്നത് ഇംഗ്ലണ്ടിന്റെ പല ഈ പറയുന്ന പോലെ പ്ലേയേഴ്സിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇവിടോട്ട് വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഈ പറയുന്ന നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും വന്നവർക്ക് ആർക്കും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഈ പറയുന്ന പോലെ ആദ്യ മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, ജേമി സ്മിത്ത്, അദ്ദേഹമാണ് പിന്നെ കുറച്ചുകൂടെങ്കിലും ഒരു ഇമ്പാക്ട് പുറത്തെടുത്തത്. അദ്ദേഹത്തിന്റെ ആദ്യ മത്സരമാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. 12 ബോളെ കളിച്ചുള്ളെങ്കിലും അദ്ദേഹം 22 റൺസാണ് എടുത്തത്. അതും 2 സിക്സും 1 ബൗണ്ടറിയും ഒക്കെ നേടിക്കൊണ്ട് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്ട് ഭയങ്കരം തന്നെയാണ്. അതുപോലെ ലാസ്റ്റില് നമ്മുടെ ബേഡൻ കേസ് വന്നിട്ട് ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. 17 ബോൾ 31. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന 165 റൺസ് എന്നുള്ളൊരു നല്ല മികച്ചൊരു ടോട്ടൽ. അവർക്ക് തന്നെ അറിയാം, ഇംഗ്ലണ്ടിന് തന്നെ അറിയാം, ഈ ചെപ്പോക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ ഏകദേശം ഒരു 150 റൺസ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സ്കോർ തന്നെയാണ്. ജയ സാധ്യത നിലനിർത്തുന്ന ഒരു സ്കോർ തന്നെയാണ് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പിച്ച് പോലും അവർ ആ ബേസ്ബോൾ എന്നുള്ളൊരു അപ്രോച്ച് മാറ്റാതെ തന്നെയാണ് കാലത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. വിക്കറ്റ് പോകുന്നതൊന്നും കാര്യമാക്കാണ്ട്, കാരണം മാക്സിമം റൺസ് എടുക്കുക എന്നുള്ളതാണ് അവരുടെ മിക്ക ഈ പറയുന്ന ബേസ്ബോൾ അപ്രോച്ചും ഈ പറയുന്ന ഫലം കണ്ടിട്ടുണ്ട്. പല ടീമുകൾക്കെതിരെയും ഫലം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് സ്ഥലം വേറെയാണ്, ഇത് ടീം വേറെയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത തന്നെയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത്. ബേസ്ബോൾ അപ്രോച്ച് എല്ലായിടത്തും ഫലം കാണുന്നത് തന്നെയാണ്. പക്ഷേ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കളിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ, 2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ, 3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് നല്ലൊരു ബേസ് ഉണ്ടാക്കി എടുക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ശ്രമിക്കേണ്ടത് ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിലാണ് മാത്രമാണ്. വേറെ ഏത് ടീമിന്റെ അടുത്ത് പോയി കളിച്ചാലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇങ്ങനെ താളം തെറ്റും, അല്ലെങ്കിൽ മത്സരം തോക്കും, കൈവിട്ട് പോകും എന്നുള്ള സിറ്റുവേഷനിലോട്ട് ഇംഗ്ലണ്ട് ഒരിക്കലും എത്തത്തില്ല. പക്ഷെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് കളിക്കുമ്പോൾ, അത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുമായിട്ട് കളിക്കുമ്പോഴും, അത് വെളിയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും, അത് അവരുടെ പ്ലാനിങ് എല്ലാ ടീമിന്റെ അടുത്തും നടക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ അടുത്തും നടക്കണമെന്നില്ല. അപ്പൊ അത് ഇംഗ്ലണ്ട് ഒന്നോടെ ഇരുത്തി ചിന്തിക്കും. ബ്രണ്ടൻ മക്കല്ലം ഒന്നുകൂടെ ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലണ്ടിന് അടുത്ത മത്സരത്തിലെങ്കിലും ഒന്ന് ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും വളരെ മികച്ചൊരു സ്കോർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇംഗ്ലണ്ട് നേടിയിട്ടുള്ളത്. 165 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്കോർ തന്നെയാണ്. അപ്പം ഈ പറയുന്ന പോലെ ബട്ട്ലർ മാത്രമാണ് അവിടെ ബാറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആർക്കും വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ബോളിംഗ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും അർഷദീപ് സിംഗ് ഇത്തവണ അത്ര വലിയ ഫോമിലോട്ട് വന്നിട്ടില്ല. നല്ലൊരു 40 റൺസ് കൊടുത്തു. അതുകൊണ്ട് തന്നെ പിന്നീട് ഹർദിക് പാണ്ഡ്യ 2 ഓവർ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 6 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട്. നല്ലൊരു മികച്ചൊരു സ്പെല്ല് തന്നെയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് ബിഷ്ണോയും ചക്രവർത്തിയും നല്ല പോലെ തന്നെ പന്തറിഞ്ഞിട്ടുണ്ട്. 4 ഓവറിൽ 38 ചക്രവർത്തി കൊടുത്തു. 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ബിഷ്ണോയ്ക്കും കഴിഞ്ഞ കളിയിലും വിക്കറ്റ് നേടിയിട്ടില്ല, ഈ കളിയിലും വിക്കറ്റ് നേടിയിട്ടില്ല. അപ്പം അടുത്ത കളിയിലോട്ട് വിക്കറ്റുകൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ബിഷ്ണോയി നല്ലപോലെ പന്തെറിയുന്നുണ്ട്. അക്സർ പട്ടേലും ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. 4 ഓവറിൽ 32-ന് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പോലെ തന്നെ വളരെ ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെ അക്സറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പം 165 എന്നുള്ളൊരു ടോട്ടലാണ് ഇന്ത്യക്ക് മുമ്പിൽ വെച്ചത്. തീർച്ചയായിട്ടും ചെപ്പോക്കിൽ ഇതൊരു വളരെ മികച്ച വലിയൊരു സ്കോർ തന്നെയാണ്. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര ശുഭമായിട്ടല്ല നടന്നത്.
കാരണം എപ്പോഴും നമ്മൾ സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് പോകുന്നു ഈ ഒരു സമയങ്ങളിൽ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവർക്ക് രണ്ടുപേർക്കും ഈ മത്സരത്തിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ പുറത്തായി. സൂര്യകുമാർ യാദവും ഈ പറയുന്ന പോലെ അദ്ദേഹവും ഈ പറയുന്ന പോലെ കുറച്ച് ഒന്ന് ഈ കർണാടക 2 വിക്കറ്റൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സ്റ്റാൻഡ് ചെയ്യണം. ശരിയാണ്, നമ്മളും ആ ഒരു അപ്രോച്ചിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളും വിക്കറ്റ് വന്ന മൈൻഡ് ആക്കാണ്ട് റൺസ് ഉയർത്തുക എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ്, അപ്രോച്ചിൽ തന്നെയാണ് നമ്മളും പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യകുമാറും പെട്ടെന്ന് തന്നെ പുറത്തായി. കാരണം അദ്ദേഹത്തിന്റെ വിക്കറ്റ് ഇച്ചിരി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു സ്കോർ കാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ തുടക്കത്തിലോ അതിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. കാരണം പിന്നോട്ട് ഉണ്ടാക്കുന്ന ഇറങ്ങിയ ധ്രുവ ജൂറില് 12 റൺസുമായിട്ട് പുറത്തായി. അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാർദിക് പാണ്ഡ്യ പെട്ടെന്ന് തന്നെ, ഹാർദിക് പാണ്ഡ്യയൊക്കെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു, കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കളിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല, എന്നാലും കുറച്ച് എന്താ പറയുന്നത്, അപ്പോ നല്ലൊരു അങ്ങനെ വിക്കറ്റ് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ആ ബോളിൽ വിക്കറ്റ് ആകേണ്ടതല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് അക്ഷർ പട്ടേലിന്റെയും ആ ഒരു വിക്കറ്റ് അവിടെ പോകേണ്ടതല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ബോളിൽ ഒരിക്കലും വിക്കറ്റ് നഷ്ടപ്പെടേണ്ടതല്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവർ മാത്രമാണ് കുറച്ചൊന്ന് നിരാശപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ടത് നമ്മുടെ തിലക് വർമ്മ, ഒരു രക്ഷയില്ല. 22 വയസ്സേ ഉള്ളെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അതും ഓരോ മത്സരത്തിലും എങ്ങനെയാണ് വേണ്ടതെന്നുള്ള അതേ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ല രീതിയിലുള്ളൊരു ഈ പറയുന്ന ഒരു കഴിവ് തിലക് വർമ്മയ്ക്കുണ്ട്. അതുപോലെ തന്നെ സ്കില്ലും ഈ പറയുന്ന പോലെ ബാറ്റിങ്ങിലുള്ള അദ്ദേഹത്തിന്റെ ആ സ്കില്ല് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അമേസിംഗ് ആണ്, ഒന്നും പറയാനില്ല. അത്രയും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇതിനെയാണ് സെൻസിബിൾ ഇന്നിങ്സ് എന്നോ അല്ലെങ്കിൽ എന്താ പറയണ്ട, ഈ ഇന്നിങ്സിന് വളരെ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സുകളിൽ ഒന്നായിട്ട് തന്നെ പറയാം. അത് ചെപ്പോക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ ഇത്ര മികച്ച ഒരു പ്രകടനം, 72 റൺസ്, 55 ബോളിൽ 4 ബൗണ്ടറിയും 5 സിക്സറുകളും ഉൾപ്പെടെ ഈ പറയുന്ന പോലെ ഒരു 10 ഓവറോളം ഏകദേശം അദ്ദേഹം ക്രീസിൽ നിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഈ പറയുന്ന പോലെ കളി നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും തീരുന്ന വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഓവറിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 10 ഓവറോളം അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രശംസനീയം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് വാലറ്റത്തിൽ തുണ നിന്നത് വാഷിംഗ്ടൺ സുന്ദറാണ്. നല്ലൊരു ഒരു എന്താ പറയുക, ഒരു കാമിയോ റോൾ എന്നൊക്കെ പറയാം വാഷിംഗ്ടന്റെ ഒരു ബാറ്റിൽ നിന്നുണ്ടായത്. 19 ബോളിൽ 26 റൺസ്, 3 ബൗണ്ടറികളും 1 സിക്സറും നേടി. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഹർഷദീപ് സിംഗും നല്ലൊരു ഇതാണ് ഉണ്ടാക്കിയത്. അതായത് ഒരു തീരുമാനം എനിക്ക് വളരെ നല്ലതായിട്ട് തന്നെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഗൗതം ഗംഭീറിന്റെ ഒരു ഐഡിയ, കാരണം ഹർഷദീപ് സിംഗിനെ കുറച്ചുകൂടി നേരത്തെ ഇറക്കിയിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ തന്നെയാണ് അദ്ദേഹത്തെ ഇറക്കിയത് നമുക്കറിയാം. ഈ പറയുന്ന പോലെ ഈ ഹർഷദീപ് സിംഗ് ഔട്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, കാരണം ലാസ്റ്റ് ബോളാണ്, അതായത് 17ാമത്തെ ഓവറിലെ ലാസ്റ്റ് ബോളാണ്. അപ്പൊ എല്ലാവരെയും ബട്ട്ലർ അടുപ്പിച്ച് നിർത്തി, 3 പേരെ മാത്രം ഔട്ട് സൈഡിൽ നിർത്തി. അപ്പം അതായത് ഈ ഇൻവിറ്റേഷൻ കൊടുത്തു, അടിച്ചോളൂ എന്നുള്ളൊരു ഇൻവിറ്റേഷൻ ആണ് കൊടുത്തത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഹർഷദീപ് സിംഗ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടല്ല അടിച്ചത്. അവൻ ഈ പറഞ്ഞ 3 പേരെ നിങ്ങൾ വെളിയിൽ നിർത്തിയാലും അല്ലെ വെളിയിൽ 10 പേരെ നിർത്തിയാലും അവൻ അടിക്കുക എന്നുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് ഹർഷദീപ് സിംഗ് ഇറങ്ങിയത്. അതുകൊണ്ട് അത് ബട്ട്ലറിന്റെ മികച്ചൊരു ഇതാണെന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ അവന്റെ ആ ഒരു ഷോട്ട്, അതായത് ഇരുന്നോണ്ടുള്ളൊരു ഷോട്ട് പെട്ടെന്ന് ഈ താഴോട്ട് ഒരു വീണുന്ന പോലെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ അത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അതൊരു ബൗണ്ടറിയോ സിക്സറോ ആകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തത് കൊണ്ടല്ല ഹർഷദീപ് സിംഗ് അടിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ആ ഒരു ഹർഷദീപ് സിംഗിന്റെ ആ ഒരു അപ്രോച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഗൗതം ഗംഭീർ അദ്ദേഹത്തെ നേരത്തെ ഇറക്കി വിട്ടത്. കാരണം അതിനേക്കാൾ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വിഷ്ണുവയും ചക്രവർത്തിയും. അപ്പൊ അവരെ നിർത്തിക്കൊണ്ട് ഹർഷദീപിനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു നിലയിൽ അദ്ദേഹം ഇൻവിറ്റേഷൻ കൊടുത്തത് കൊണ്ടല്ല ഔട്ടായെന്നുള്ളത് എനിക്കൊരു ഇതുണ്ട്. അമ്മാർക്കൊരു ധാരണ കാണുമല്ലോ, ഞങ്ങൾ ഇത്രയും പേരും ബട്ട്ലറിന്റെ ഒരു ഭയങ്കര ഐഡിയ കൊണ്ടാണ് ഈ പറയുന്ന അങ്ങനെ ഒരു വിക്കറ്റ് നേടിയത്, അല്ലെങ്കിൽ അവൻ അടിച്ചതെന്നുള്ളത്. വിക്കറ്റ് നേടിയത് തീർച്ചയായിട്ടും അവരുടെ കഴിവ് തന്നെ ആയിരിക്കും, ബോളറിന്റെ കഴിവ് തന്നെ ആയിരിക്കും. പക്ഷെ അടിക്കാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായത് ഒരിക്കലും അത്രയും പേരെ അകത്ത് നിർത്തിയത് കൊണ്ടല്ല, അല്ലാണ്ട് തന്നെ അടിക്കുക എന്നുള്ള ലാസ്റ്റ് ബോളാണ്, അല്ലാണ്ട് തന്നെ അടിക്കുക എന്നുള്ളൊരു സെറ്റപ്പിൽ തന്നെയാണ് ഹർഷദീപ് സിംഗ് നിന്നത്. അപ്പൊ എന്തായാലും വിഷ്ണുവയുടെ ആ ഒരു ഈ പറഞ്ഞ ഇന്നിങ്സ്, അദ്ദേഹത്തിന്റെ ഒരു അവസാന ഈ പറഞ്ഞ 19ാമത്തെ ഓവറിലൊരു ബൗണ്ടറി വളരെയധികം നമുക്ക് എന്താ പറയുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി എന്നുള്ളതാണ്. എഡ്ജ് അടിച്ചാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു അവസാനം കവറിലോട്ടാണ് നോക്കിയത്, പക്ഷെ എഡ്ജ് അടിച്ചാണെങ്കിൽ ലക്കിലി നമുക്കൊരു 4
കിട്ടി. അത് വളരെ ഒരു മികച്ചൊരു ഈ പറയുന്ന നമുക്കൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും എടുത്തു പറയേണ്ടതും സ്റ്റാർ ആയതും എല്ലാം നമ്മുടെ തിലക് വർമ്മ തന്നെയാണ്. അപ്പം തിരിച്ച് ഇവരുടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും കേസ് അവൻ ഈ പറയുന്ന പോലെ കേസ് എന്നാന്ന് തോന്നുന്നു അല്ലെ പ്രൊണൗൺസ് ചെയ്യുന്നത്, എനിക്ക് നല്ല ബൈഡൻ കേസ് അങ്ങനെ അതൊന്നും പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ബാറ്റിങ്ങിലും ബോളിങ്ങിലും അതിമികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിലും തർക്കമില്ലാതെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. ഈ പറയുന്ന ബാറ്റിങ്ങിൽ സെക്കൻഡ് ടോപ്പ് സ്കോററാണ് ഈ പറഞ്ഞ കേസ്. അപ്പം ഇവിടെ 4 ഓവറിൽ 29 റൺസ് വിട്ടു കൊടുത്തിട്ട് 3 വിക്കറ്റുകളാണ് കേസ് നേടിയിട്ടുള്ളത്. അപ്പം ബോളിങ്ങിലും അദ്ദേഹം മികച്ചു തന്നെ നിന്നു. ജോഫ്ര ആർച്ചർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമുണ്ട്. എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ജോഫ്ര ആർച്ചറിന് നല്ല രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞതുകൊണ്ടും അത് തിരിച്ചുവരവ് നല്ല രീതിയിൽ നടത്തിയിരിക്കുന്നത് കൊണ്ടും നിലവിൽ ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ടീമിലെ ഏറ്റവും ഈ പറയുന്ന കുന്തമനായിട്ടുള്ള ഒരു ബോളർ അദ്ദേഹം ആയതുകൊണ്ടും തന്നെയും നല്ല അഹങ്കാരമുണ്ട് അല്ലെ. ഒരു വിക്കറ്റ് കിട്ടുമ്പോഴാണെങ്കിലും ഒരു ഒരെണ്ണം ഈ പറയുന്ന പോലെ ബാറ്റ് കിട്ടാതെ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ നമുക്കത് കാണാൻ കഴിയും. പക്ഷെ ഇത്തവണ അതങ്ങ് മാറ്റിയിട്ടുണ്ട്. 4 ഓവറിൽ 60 റൺസാണ് നമ്മളങ്ങ് അടിച്ച് പൊട്ടിച്ചത്. അദ്ദേഹത്തിന് വേറെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ഓരോ പിളർന്ന് ചിരിച്ചിട്ട് പോയി. ചിരിക്കാതെ അല്ലാണ്ട് കരയാൻ പറ്റില്ലല്ലോ, കാരണം ഓൾറെഡി നമ്മൾ വലിയ അഹങ്കാരം ഇട്ടാണല്ലോ അവിടെ നിന്നത്. അപ്പൊ അതുകൊണ്ട് അടി കിട്ടുമ്പോൾ കരയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിരിച്ച് തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അയ്യോ അവനെ എഡ്ജ് അടിച്ചാണല്ലോ പോയത്. പക്ഷെ തിലക് കൊടുത്തതോ ആ ഒരു എനിക്ക് തോന്നുന്നു 17ാമത്തെ 16ാമത്തെ ഓവറിലാന്ന് തോന്നുന്നു 20 റൺസിന് മണ്ടയ്ക്കാണ്ടാണ്. കാരണം ഒരെണ്ണം മണ്ടയ്ക്കൂടെ അടിച്ചടിച്ച് 6 പോയി. അത് കഴിഞ്ഞിട്ട് ലെഗ് സൈഡിലോട്ട് ഇറങ്ങുന്നുണ്ട്, ഓഫിലോട്ട് ഒരു 6 കൊടുത്തു. അതൊരു ഫ്ലാറ്റ് 6 ആണ്. ഒരു ഷോട്ട് തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജടിച്ചൊന്നും പോയതല്ലല്ലോ. അപ്പം നല്ല പോലെ തന്നെ തല്ലിക്കൂട്ടി ഉണ്ടാക്കിയത് തന്നെയാണ് ആ 60 റൺസ് എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ തല്ലി മേടിച്ചു. പിന്നീട് എല്ലാവർക്കും ബൗളറിന് എല്ലാവർക്കും തന്നെ വിക്കറ്റ് കിട്ടി എന്നുള്ളതാണ്. ലിവിങ്സ്റ്റൺ ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ വിക്കറ്റ് കിട്ടി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആദിൽ റഷീദ് നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. 4 ഓവറിൽ 14 റൺസാണ്. ഓൾറെഡി നമുക്കറിയാം സ്പിന്നേഴ്സിനെ തുണയ്ക്കുന്നവർ വെച്ച് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ഓവറിൽ 14 റൺസ് മികച്ച രീതിയിലുള്ള ഒരു സ്പെല്ല് തന്നെയാണ് ഈ റഷീദ് എറിഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമ്മൾ 5 മത്സരങ്ങളുടെ ഈ പറയുന്ന പോലെ സീരീസിൽ പരമ്പരയിൽ നമ്മൾ 2-0 മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അടുത്ത മത്സരത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ മത്സരത്തിൽ 133 134 റൺസിന് അവര് പുറത്തായെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ അത് നമ്മൾ പ്രതീക്ഷിക്കരുതായിരുന്നു. അപ്പൊ രണ്ടാമത്തെ മത്സരത്തിൽ 165 വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെപ്പോക്കിൽ ആ 165 എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ മത്സരത്തിൽ ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു 200ഓളം റണ്ണ് ആദ്യത്തെ മത്സരത്തിൽ നിർഭാഗ്യവശാലായിരിക്കാം എനിക്ക് തോന്നുന്നു അവരത്രയും. നമ്മുടെ ബോളേഴ്സിന്റെ കഴിവിനെ ഞാൻ ഇതാക്കി പറയുന്നല്ല, അവർക്ക് കഴിവ് തന്നെയുണ്ട്, അവര് കറക്കി വീഴ്ത്തിയത് തന്നെയാണ്. പക്ഷെ ഇംഗ്ലണ്ട് എപ്പോഴും ആ ഒരു സ്ഥിതിയിലോട്ട് പോകാൻ നമ്മൾ എപ്പോഴും അവരെപ്പോഴും ഒരു അറ്റാക്കിങ് നമ്മുടെ മേൽ ഉണ്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കും. കാരണം ഇംഗ്ലണ്ടാണ്, അവര് കുറെ കളികൾ കണ്ടവർ തന്നെയാണ്, നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണുന്നില്ല. പക്ഷെ എന്തൊക്കെയാണേലും മറുവശത്ത് നമ്മൾ ഇന്ത്യ ആണെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പൊ എന്തായാലും ഈ പറയുന്ന അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ട് നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസിനെ കാഴ്ചവെക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമൊന്നുമില്ല. ഒരു 200 അടുത്തുള്ള സ്കോർ തന്നെ വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അപ്പൊ എന്തായാലും അടുത്ത മത്സരത്തിൽ നമുക്ക് എന്താണെന്ന് കാണാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ലാസ്റ്റ് ഓവറിൽ ലിവിങ്സ്റ്റന്റെ ഒരു സേവ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ബൗണ്ടറി? അത് അത്രയും നല്ലൊരു ഷോട്ടായിരുന്നു. ആ ഷോട്ടിൽ ലിവിങ്സ്റ്റൺ ഡൈവ് ചെയ്തൊരു സേവ് നടത്തിയിട്ടുണ്ട്. 2 റൺസേ ആ ഒരു ഇതിൽ ബോൾ പോയിട്ടുള്ളൂ. അപ്പം ആ ഒരു സേവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ കുറച്ച് നല്ല മൊമെന്റുകളുണ്ട്. നമ്മുടെ തിലക് വർമ്മയുടെ ഈ വന്നിട്ടുള്ള ഒരു 6 ഉണ്ട്, ആദ്യം അടിക്കുന്ന ഒരു 6 ഉണ്ട്. അത് നമ്മുടെ ആർച്ചറിനെ അടിക്കുന്ന ഒരു 6 ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത 6 ആണ്. ആ ഷോട്ടിന്റെ സൗണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലും ആ ബോൾ പോയ പോക്ക് ഏകദേശം 80 മീറ്ററിന് മണ്ടയ്ക്കാണ് ആ 6 പോയത്. ഇങ്ങനെ ജസ്റ്റ് ഫ്ലിക്ക് ചെയ്ത ഒരു പട്ടക്കൻ്റെ ഒരു ഷോട്ടായിരുന്നു. അങ്ങനെ കുറച്ച് നല്ല മൊമെന്റ്സുകളുണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിൽ ആ നല്ല മൊമെന്റ്സുകളും ആ മത്സരത്തിലെ നല്ല മൊമെന്റ്സുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് പറയണം, അത്രയും വികാരമുള്ള അല്ലെങ്കിൽ ഫീലിങ്സ് തോന്നുന്ന മൊമെന്റുകളൊക്കെ ആയിരിക്കും അത്. ഈ പറയുന്ന ലിവിങ്സ്റ്റന്റെ ആ ഫീൽഡിങ്ങും നമ്മുടെ എതിർ സൈഡ് ആണെങ്കിൽ പോലും നമുക്ക് വാവും നമ്മൾ വെച്ചു പോകും. അത്രയും മികച്ച രീതിയിലുള്ള ചില കാര്യങ്ങളും ഇതൊക്കെ നടക്കുമല്ലോ മത്സരത്തിനിടയിൽ. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ അതോട് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ പറഞ്ഞ റിവ്യൂ നടത്തുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇത് കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട്. കാരണം പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആണ്. നമ്മുടെ ഈ പേരിന്റെ ഇതുപോലെ തന്നെ DRS ഡീറ്റെയിൽഡ് റിവ്യൂ ബൈ ശ്രീ എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് വളരെ സ്പീഡിൽ തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. എന്നിട്ടും ഇത്രയും സമയം ആയിപ്പോയി. അപ്പൊ എന്തായാലും എന്റെ ചാനൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
വളരെ പെട്ടെന്ന് തന്നെ കണ്ടു പോകാം എന്നുള്ളൊരു രീതിയിലുള്ളവരാണെങ്കിൽ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ റാഫിക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ 2-3 മിനിറ്റ് കൊണ്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന മത്സരത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ ചാനൽ തീർച്ചയായിട്ടും കാണാം. അപ്പൊ നമ്മുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിന് മറ്റൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.